ഇന്ന് ലോക വനിതാ ദിനമാണ്. സമത്വപൂർണമായ പുതിയ ലോകത്തിന്റെ സൃഷ്ടിക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തുപകരാൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുക എന്ന ലക്ഷ്യമാണ് വനിതാ ദിന ആചരണത്തിനുള്ളത്. സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിൽ ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ള ആശയം. വനിതാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ പരിപാടികളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമുക്കൊപ്പം ഇന്ന് അതിഥികൾ ചേരുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ. സ്ത്രീ ശാക്തീകരണ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച കുടുംബശ്രീ രജത ജൂബിലിയും പിന്നിട്ട് വിജയഗാഥ തുടരുകയാണ്. അതിന്റെ വിശേഷങ്ങളുമായാണ് നമുക്കൊപ്പം അതിഥികൾ ചേരുന്നത്. ശ്രീമതി പ്രിയദർശിനി, മുൻ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ആണ്, പ്രിയ പോൾ, കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ എന്നിവർ. ആദ്യം പ്രിയദർശിനി, കുടുംബശ്രീ രജത ജൂബിലി ആഘോഷിക്കുകയാണ്. 20 വർഷത്തെ പ്രവർത്തന പരിചയം, 25 വർഷം കുടുംബശ്രീ ആഘോഷിക്കുമ്പോൾ അതിൽ 20 വർഷത്തെ പ്രവർത്തന പരിചയം പ്രിയദർശിനിയെ സംബന്ധിച്ചുണ്ട്. കുടുംബശ്രീയിലൂടെ വന്ന് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമായി നിൽക്കുന്നു, ഇല്ലേ? ജീവിതത്തിൽ കുടുംബശ്രീ വരുത്തിയ മാറ്റങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുടുംബശ്രീ 1/4 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ നൂതനമായ ഒരു വികസന മാതൃക ഒരുപക്ഷെ ലോകത്തിന് തന്നെ അത്ഭുതമായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി തീർത്തും ജനാധിപത്യമുള്ള കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളരുകയും അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ പരമ്പരാഗതമായ രീതി അനുസരിച്ച് പറിച്ച് നടപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ വിവാഹജീവിതത്തിലൂടെ. അതുകൊണ്ട് തന്നെ തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷത്തിൽ അതിനോടൊത്തുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. 2004 കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് ഞാൻ കരുതിയിരുന്ന ഒരു പ്ലാറ്റ്ഫോം എൻ്റെ മുന്നിലേക്ക് തുറന്നിടുന്ന ഒരു വലിയ കാഴ്ച, ഭയങ്കര സന്തോഷകരമായൊരു കാഴ്ച, ഒരു ലോകത്തേക്ക് ഞാൻ കടക്കുകയായിരുന്നു. 2004 കുടുംബശ്രീയിലൂടെ വരികയും കുടുംബശ്രീയിൽ അംഗത്വം എടുക്കുകയും അതിനുശേഷം നിലച്ചുപോയ എൻ്റെ വിദ്യാഭ്യാസം തുടരുവാനും പൊതുരംഗത്തും അതേപോലെ തന്നെ പൊതുസമൂഹത്തിലും, ആ സമൂഹത്തിൽ എൻ്റെ ചുറ്റുവട്ടത്തെ ഒരു ഫ്രണ്ട് സർക്കിൾ ഇല്ലാതിരുന്ന എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ ലഭിച്ചു. കുടുംബശ്രീ എന്ന കൂട്ടായ്മയിലൂടെ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയായിരുന്നു. എനിക്കും ഇവിടെ ഒരു ഇടമുണ്ട് എന്നെന്നെ ബോധ്യപ്പെടുത്തിയത് കുടുംബശ്രീയാണ്. അതിലൂടെ പിന്നീട് 2012 ആയപ്പോൾ ഞാൻ കുടുംബശ്രീയുടെ ചെയർപേഴ്സണായി 6 വർഷക്കാലം അതിൻ്റെ കുടുംബശ്രീ എന്ന് പറയുന്നത് എല്ലാമായിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ തന്നെ മിക്കവാറും എല്ലാ ജില്ലകളിലും സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധ്യമായ, ഒരുപക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ രാഷ്ട്രീയത്തിലാണ് ഞാൻ നിൽക്കുന്നത്, ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, അവിടെ പോലും സാധ്യമാകുന്നതിനപ്പുറമായി ജില്ലയിലെ കേരളത്തിൻ്റെ സംസ്ഥാനത്തെ എല്ലാ ഭാഗത്തും സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഈ ഒരു കുടുംബശ്രീ സംവിധാനം എന്നെ സഹായിച്ചു. പല അനുഭവ മേഖലകൾ, വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുവാനും അതിൽ നിന്ന് ഞാൻ എത്രമാത്രം മാറി നിൽക്കുന്നു, എൻ്റെ അനുഭവം എന്തൊക്കെയാണ്, ഒരു വിലയിരുത്തൽ നടത്താൻ, ഒരു പഠനം നടത്താൻ, അതേപോലെ തന്നെ നമ്മളെക്കാളും മോശമായ സാഹചര്യത്തിലുള്ളവർക്ക് എനിക്കെന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നൊക്കെ ഒരുപാട് ചിന്തിക്കുവാനും സ്വപ്നം കാണുവാനും എന്നെ പഠിപ്പിച്ചത് കുടുംബശ്രീയാണ്. ഇന്ന് ഞാൻ രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ മണമ്പൂർ ഡിവിഷൻ്റെ മെമ്പറായി നിൽക്കുമ്പോൾ കുടുംബശ്രീ തന്ന ഒരു മാനസികമായ ഉല്ലാസവും ആത്മവിശ്വാസവും അത് തന്നെയാണ് എനിക്ക് കൈമുതലായിട്ടുള്ളത്. തീർച്ചയായും. പ്രിയയുടെ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് പോവാം. പ്രിയയ്ക്ക് 18 വർഷത്തെ കുടുംബശ്രീ ബന്ധം ഉണ്ട്. പ്രിയയെ സംബന്ധിച്ച് പ്രിയ, അസാധ്യമായതൊന്നും ഇല്ല കുടുംബശ്രീക്ക് എന്നതാണ് പറയപ്പെടുന്നത്. കാരണം അവർ ഏത് മേഖലയിലും കൈവെക്കും, അവിടെ വിജയത്തിളക്കം ഉണ്ടാകും. പ്രിയയുടെ മേഖല ഏതാണ്? എങ്ങനെയാണ് ഈ അനുഭവങ്ങൾ, 18 വർഷത്തെ അനുഭവങ്ങൾ? ഞാൻ 2006 കുടുംബശ്രീയിലേക്ക് വരുന്നത്. കുടുംബശ്രീയുടെ ആ കാലഘട്ടം എന്ന് പറയുന്നത് കുടുംബശ്രീ സംവിധാനം കെട്ടിപ്പടുക്കുക, കൂട്ടായ്മകളെ കൊണ്ടുവരിക എന്നുള്ളൊരു സമയമാണത്.
അപ്പം അന്ന് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വളരെ പരിമിതമാണ്. കൂടുതൽ സ്ത്രീകളെ സംഘടനാ സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, അവർ വീട്ടിൽ നിന്ന് പുറത്തു വരേണ്ടതിൻ്റെ അനിവാര്യത അവരെ മനസ്സിലാക്കുക, അവർക്ക് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള ഉന്നമനം, അതായത് വീട്ടിൽ തന്നെ അടഞ്ഞുകൂടിയിരുന്ന സ്ത്രീകളെ വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അവരുടെ സംസാരം, അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. നമ്മൾ പറയാറുണ്ട്, ഒരു സാമ്പത്തികമായിട്ടൊക്കെ അവർ മുന്നോട്ട് വരണം, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും സ്ത്രീകൾ മുന്നിലേക്ക് വരുന്നില്ല എന്നൊക്കെ. പക്ഷേ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് ബിസിനസ് എന്താണെന്നറിയില്ല, ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിലേക്ക് അതിജീവിച്ച് ഈ സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടുവരിക, കൈപിടിച്ച് കൊണ്ടുവരിക, അവർക്ക് വേണ്ടുന്ന സഹായം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ആക്ടിവിറ്റി അല്ല. അത് ഒരുപാട് നാളത്തെ കൈപിടിച്ചുള്ളതും പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി വിജയപരാജയങ്ങൾ ഉൾക്കൊണ്ട് അതിൽ നിന്ന് വീണ്ടും പുതിയ സമീപനം എടുക്കുന്ന ഒരു സമയത്താണ് ഞാൻ കുടുംബശ്രീയിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് സാമ്പത്തിക രംഗത്തേക്കെന്നുള്ള രീതിയിൽ സൂക്ഷ്മ സംരംഭങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു കൺസൾട്ടൻ്റായിട്ടാണ് ഞാൻ കുടുംബശ്രീയിൽ അന്ന് ജോയിൻ ചെയ്യുന്നത്. പിന്നീട് വിപണന രംഗത്തേക്ക് സ്ത്രീകളെ എത്തിക്കുക എന്നുള്ള രംഗത്തേക്കും, തുടർന്ന് റെസ്പോൺസിബിൾ ടൂറിസം, അതുപോലെ തന്നെ സംഘടനാ ശാക്തീകരണം. ഇന്ന് കുടുംബശ്രീ എന്ന് പറയുന്ന മോഡൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ആ സംസ്ഥാനങ്ങളിൽ ഇതേ മാതൃകയിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന രംഗത്താണ് ഞാൻ നിലവിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കുടുംബശ്രീയുടെ 25 വർഷത്തെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ട് കണക്കാക്കുന്നതും പ്രവർത്തനം പരിചയപ്പെടുത്തുന്നത് കുടുംബശ്രീ തന്നെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നതും. കുടുംബശ്രീക്കുള്ള അന്തരീക്ഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലെങ്കിലും അവിടുത്തെ സർക്കാരുകളും അവിടുത്തെ രീതികളും മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്രത്തോളം സ്ത്രീകൾ മുൻപോട്ട് വരുന്നുണ്ട്, എത്രത്തോളം അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, സർക്കാരുകൾ നടത്തുന്ന സ്കീമുകളെക്കുറിച്ച് അല്ലെങ്കിൽ തങ്ങൾക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സ്ത്രീകൾക്ക് ആ ഒരു അർഹതപ്പെട്ട പ്രയോജനം കിട്ടാതെ വരുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെ മനസ്സിലാക്കുകയും സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യുകയാണ് ശരിക്കും കുടുംബശ്രീ ഇപ്പോൾ നിലവിൽ ചെയ്തു വരുന്നത്. ശ്രീമതി പ്രിയദർശിനി, ഇവിടെ ഇപ്പോൾ നമ്മളുടെ പുരുഷാധിപത്യ സമൂഹം എപ്പോഴും സ്ത്രീകൾ ചേർന്നാൽ അവിടെ കൂട്ടായ്മ ഉണ്ടാവില്ല, പരസ്പരം അവർ അടിച്ചു പിരിയും എന്ന തരത്തിലുള്ള, അത് ഈ പുരോഗമനം പറയുന്ന ഈ ഘട്ടത്തിൽ പോലും അവർ സ്ത്രീകൾക്കെതിരെ പ്രയോഗിക്കാറുണ്ട്. പക്ഷേ കേരളം ലോകത്തിന് തന്നെ ഒരു മാതൃക വെക്കുകയാണ്. 3 ലക്ഷം കൂട്ടായ്മകൾ, സ്ത്രീ കൂട്ടായ്മകൾ, അതിലൂടെ ഏതാണ്ട് 45 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ അംഗങ്ങളാകുന്ന ഒരു സമാനതകളില്ലാത്ത കൂട്ടായ്മയായി കുടുംബശ്രീ വളർന്നിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളുടെയും ഒരു മറുപടിയായി കുടുംബശ്രീയെ നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ കാണിക്കാൻ കഴിയുമോ? അതിൻ്റെ വിജയഗാഥ ഈ 25 വർഷത്തിൽ നിൽക്കുമ്പോഴും വിവിധങ്ങളായ മേഖലകളിലേക്ക് അവർ എത്തുകയാണ്. ലഞ്ച് ബെല്ലിൻ്റെ ഇനാഗ്രേഷനാണ് ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്നത്. നമ്മളുടെ ആ ഒരു പ്രോജക്റ്റിൻ്റെ അവർ കൈവെക്കാത്ത മേഖലകൾ ഇല്ലാത്തതായി മാറുന്നു. അസാധ്യമായി ഒന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരിയാണ്. ലഞ്ച് ബെല്ലിൻ്റെ ഉദ്ഘാടനമാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നടത്തിയിരിക്കുന്നത്. കുടുംബശ്രീ സമൂഹത്തിലും നമ്മുടെ കേരളത്തിൻ്റെ വികസന മേഖലയിലും നടത്തിയിരിക്കുന്ന മാറ്റം, സ്ത്രീകളുടെ കൂട്ടായ്മ എപ്പോഴും ഒരുമിച്ച് പോകാറില്ല എന്നും കൂടുതൽ കാലം നീണ്ടു നിൽക്കില്ല എന്നും ഒക്കെയുള്ള വചനങ്ങളെയെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ഒരു കുടുംബത്തിനും അതിലൂടെ ഒരു സമൂഹത്തിനും വിദ്യാഭ്യാസം ലഭിക്കുകയാണ്. നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിൽ പൗരബോധത്തെക്കുറിച്ച്, പൗര അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി അവബോധം നൽകിയിരുന്നു. അത് സമൂഹത്തിൽ വരുത്തിയ വലിയ മാറ്റമാണ് നമ്മുടെ ഹരിതകർമ്മസേന ഉൾപ്പെടെ. അതിൻ്റെ വിജയമൊക്കെ അതാണ്. ഹരിതകർമ്മസേനയിലൂടെ ഇന്ന് പ്ലാസ്റ്റിക് ശേഖരണം ഒക്കെ നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. അക്കാഡമിക് തലത്തിലുള്ള വിദ്യാഭ്യാസത്തിനപ്പുറമാണല്ലോ ഇതെന്ന് പറയുന്നത്, നമ്മുടെ പൗരത്വബോധം എന്ന് പറയുന്നത്. അവകാശങ്ങൾ നേടിയെടുക്കുവാൻ അവർ നന്നായിട്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ്, മനസ്സിലാക്കപ്പെട്ടിരിക്കുകയാണ്.
സ്ത്രീകളെ എപ്പോഴും ഒതുക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വാക്കുകളാണ് സ്ത്രീകളുടെ കൂട്ടായ്മ, അവർ രണ്ടുപേരും ഒരുമിച്ച് ചേരില്ല എന്നൊക്കെ പറയുന്നത്. അതിനെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ടല്ലേ കുടുംബശ്രീ മുന്നോട്ട് പോകുന്നത്. എന്തിനാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, കുടുംബശ്രീ സംവിധാനത്തിൽ തുടങ്ങിയ ആശ്രയ എന്ന പദ്ധതി രാജ്യത്ത് ദാരിദ്ര്യ ദാരിദ്ര്യത്തിൻ്റെ സൂചികയിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരുപാട് പിന്നിൽ നിൽക്കുമ്പോൾ കേരളം എന്ന് പറയുന്ന ഈ ചെറിയ സംസ്ഥാനം 2025 ആവുമ്പോഴേക്കും ഒരു ദരിദ്ര പോലും ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് വന്നതിൽ കുടുംബശ്രീക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഞാനൊക്കെ CDSൻ്റെ ചെയർപേഴ്സണായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ആ കാലഘട്ടത്തിൽ എന്താണ് ഏറ്റവും വലിയ നേട്ടം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് ചോദിച്ചാൽ ആശ്രയ പദ്ധതി ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരാൾ പോലും ആശ്രയിക്കാനില്ലാത്തവരെ അടയാളപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു കൈത്താങ്ങ് നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരുടെ എല്ലാ വിഷമതകളിലും പങ്കുചേർന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു വലിയ പദ്ധതിയായിരുന്നു ആശ്രയ. ആ പദ്ധതിയാണ് അതിദരിദ്രരില്ലാത്ത കേരളമായിട്ട് ഇന്ന് മാറുന്നതിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സാധ്യമാകുമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു. കേരളത്തിലെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ കുടുംബശ്രീയെ ഒരു പദ്ധതി ഏൽപ്പിക്കുവാൻ ധൈര്യപ്പെടുന്നു എന്നുള്ളത് സ്ത്രീകളിലുള്ള വിശ്വാസമാണ്. ഒരു കുടുംബം നന്നായിട്ട് നോക്കാൻ സാധ്യമാകുന്ന സ്ത്രീകൾക്ക്, വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കൊണ്ട് ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ സാധ്യമാകുന്ന സ്ത്രീകൾക്ക് ഈ സമൂഹത്തിനും നമ്മുടെ നാടിനും നമ്മുടെ സംസ്ഥാനത്തിനുമൊക്കെ വളരെ ഭംഗിയായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മുടെ സംസ്ഥാനത്തിന് മുഴുവൻ ഒരു പക്ഷേ അതിലൂടെ ലോകത്തിനും മുഴുവനായി ബോധ്യപ്പെടുത്തുവാൻ കൂടി ഈ സംവിധാനത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും പ്രിയ, ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ, സ്വന്തം കുടുംബത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സ്ത്രീകൾ മുന്നിട്ട് വരികയും അതിന് അവർ ഓരോ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയും അതിലവർ സക്സസ് ആവുകയും ഒക്കെ ചെയ്ത് മേക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിനും എത്രയോ മുൻപ് തന്നെ നമ്മളുടെ കേരളത്തിൽ കൊച്ചു കൊച്ചു യൂണിറ്റുകൾ, അതിലൂടെ വരുമാനം നമ്മുടെ സ്ത്രീകൾ കണ്ടെത്തി എന്നത് നമ്മൾ കാണണം. അപ്പോൾ ആ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് വനിതകളെ നയിച്ചതിൽ കുടുംബശ്രീയുടെ പങ്ക് അത് ഇപ്പോഴും വിജയകരമായി തുടരുന്ന സാഹചര്യത്തെ എങ്ങനെ കാണും? അതെ, കാരണം സാമ്പത്തിക സ്വാശ്രയത്വം ഓരോ സ്ത്രീക്കും ആവശ്യമുള്ളതാണ്. കാരണം കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്ത് ദാരിദ്ര്യ ലഘൂകരണ മിഷൻ എന്ന പേരിലാണ് കുടുംബശ്രീ അറിയപ്പെടുന്നത്. കുടുംബശ്രീ എന്നുള്ള പേര് തന്നെ ഇടാൻ കാരണം കുടുംബത്തിലേക്കുള്ള ഐശ്വര്യം അല്ലെങ്കിൽ കുടുംബത്തിലേക്കുള്ള ഐശ്വര്യത്തിൻ്റെ കാരണം സ്ത്രീയാണ് എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ വന്നത്. പക്ഷേ പുരുഷനോടൊപ്പം തന്നെ സ്ത്രീയും സമ്പാദിക്കേണ്ടതിൻ്റെ അനിവാര്യതയും ആ സമ്പാദ്യം ഉള്ളത് കൊണ്ടാണ് കുടുംബത്തിലേക്കുള്ള ഐശ്വര്യം ഉണ്ടാവുക എന്നുള്ളതുമാണ് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ലക്ഷ്യം. പുരുഷന്മാരുടെ ലഭിക്കുന്ന വരുമാനം വീടുകളിലേക്ക് പൂർണ്ണമായി എത്തണമെന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട്ടിലുള്ള ആരോഗ്യ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഓരോ സ്ത്രീയും അത് ചെലവഴിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാശ്രയത്വം വേണമെന്നുള്ള രീതിയിൽ കുടുംബശ്രീ ആദ്യം മുതൽക്ക് തന്നെ ചെറിയ ചെറിയ സംരംഭങ്ങൾ അന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് ബിസിനസ് രംഗത്തേക്ക് വരുന്നതിന് പരിമിതിയുണ്ട്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള മേഖലകൾ ഏതൊക്കെയാണോ അതാണ് ആദ്യഘട്ടങ്ങളിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു വന്നത്. അത് ചെറിയ അച്ചാറാവാം, വീടുകളിൽ ചെയ്യുന്ന തയ്യൽ യൂണിറ്റുകളാവാം. അങ്ങനെ തുടങ്ങിയ കുടുംബശ്രീ പ്രസ്ഥാനം പിന്നീട് ആവശ്യങ്ങളും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്കുള്ള സംരംഭങ്ങൾ വേണമെന്ന് മനസ്സിലാക്കിയിരുന്നു. കാരണം പിന്നീട് വന്നപ്പോഴത്തേക്കും ചെറിയ സംരംഭങ്ങളിൽ നിന്ന് ചെറിയ മുതൽ മുടക്കുള്ളതിൽ നിന്ന് ചെറിയ വരുമാനമേ ലഭിക്കുന്നുള്ളൂ. പക്ഷേ കൂടുതൽ മുതൽ മുടക്കും കൂടുതൽ റിസ്ക്കും എടുത്തു വരുന്ന സംരംഭങ്ങൾക്ക് അതിൻ്റേതായ വരുമാനവും അതിൻ്റേതായ വിജയവുമുണ്ട്, പരാജയങ്ങളും. ഇത് കുടുംബശ്രീ മിഷൻ 2006 ഒരു പഠനം നടത്തുകയും തുടർന്ന് അത്തരത്തിലുള്ള സംരംഭങ്ങൾ, കൂടുതൽ മുതൽ മുടക്കുള്ള സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കുടുംബശ്രീയിലേക്ക് IT യൂണിറ്റുകൾ, അതുപോലെ തന്നെ അംഗൻവാടിയിലേക്ക് പൂരക പോഷകം സപ്ലൈ ചെയ്യുന്ന കുടുംബശ്രീ ന്യൂട്രിമിക്സ് യൂണിറ്റുകൾ, പിന്നീട് RO പ്ലാന്റ് തുടങ്ങി ഇന്ന് നിലവിലുള്ള ക്യാൻറ്റീൻ കേറ്ററിങ്ങുകൾ, അതിൻ്റെ ക്യാൻറ്റീൻ കേറ്ററിങ്ങുകളുടെ ഒരു അപ്ഗ്രഡേഷൻ എന്ന നിലയിൽ ലഞ്ച്
ബെൽ, അതുപോലെ തന്നെ പ്രീമിയം കഫേ, സ്ഥിരമായിട്ടുള്ള നാടൻ ഭക്ഷണങ്ങൾക്ക് പുറമെ ഇന്ന് യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അറേബ്യൻ ഫുഡും ചൈനീസ് ഫുഡും ഒക്കെ തരുന്ന പ്രീമിയം കഫേകൾ തുടങ്ങിയുള്ള പല രംഗങ്ങളിലേക്കും കുടുംബശ്രീ കടന്നു വരാനായിട്ട് ഇടയായി. എന്ന് മാത്രമല്ല, പൊതുവെ ഒരു ധാരണയുണ്ട് കുടുംബശ്രീ കൂട്ടായ്മയിലേക്ക് വരുന്നതെല്ലാം കുറച്ച് വയസ്സായ സ്ത്രീകളും അല്ലെങ്കിൽ വീട്ടിൽ ഒരു ജോലിയില്ലാത്ത കുറച്ച് സ്ത്രീകളുടെ കൂട്ടായ്മയാണെന്ന്. അതിലൊക്കെ ഉപരിയായിട്ട് ഇന്ന് യുവജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരികയും കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 18 മുതൽ 40 അല്ലെങ്കിൽ 35 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഓക്സിലറി ഗ്രൂപ്പുകൾ. അതിൽ നിന്ന് തന്നെ കൂടുതൽ സംരംഭ പ്രവർത്തനങ്ങളിലേക്ക് എത്താനും ഇന്ന് കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും സംഘടിത സ്ത്രീ മുന്നേറ്റത്തിന് കേരളത്തിന്റെ സംഭാവനയാണ്, കേരളത്തിന്റെ മാതൃകയാണ് ലോകത്തിന് കുടുംബശ്രീ. എന്തായാലും രജത ജൂബിലി പിന്നിട്ട് വിജയഗാഥ തുടരുകയാണ് കുടുംബശ്രീ. അത് കാലാനുസൃതമായ മാറ്റത്തോടെയുള്ള മുന്നേറ്റമാണ് എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നതുമാണ്. വളരെ നന്ദി ഈ വനിതാ ദിനത്തിൽ ഞങ്ങൾക്കൊപ്പം എത്തി ഇത്രയധികം കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന് വളരെ നന്ദി രണ്ടുപേരും. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം.